ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണിംഗ് ലൂപ്പ്. ഇന്നത്തെ വീഡിയോ ഫിസിക്സ് റെക്കോർഡിനെ പറ്റിയിട്ടാണ്. ഫിസിക്സ് റെക്കോർഡ് എഴുതുന്ന സമയത്ത് ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ആ ഡൗട്ടിനുള്ള സൊല്യൂഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിൻ്റെ കൂടെ തന്നെ ഏത് ലാബ് മാനുവലാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് എന്നതും കൂടെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇതാണ് എൻ്റെ ഫിസിക്സ് റെക്കോർഡ്. ഫസ്റ്റ് പേജിൽ നമുക്ക് വരുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണ്. പേര്, ക്ലാസ്, റോൾ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ടീച്ചറുടെ സിഗ്നേച്ചറും ഇൻവിജിലേറ്ററിൻ്റെ സിഗ്നേച്ചറും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേജാണ് ഇത്, നമ്മുടെ ഇൻഡെക്സ്. എത്രത്തോളം കറക്റ്റായിട്ടും നീറ്റായിട്ടും നമുക്ക് ഇൻഡെക്സ് എഴുതാൻ പറ്റുമോ അത് അത്രയും നല്ലതായിരിക്കും. പിന്നെ നമ്മളിവിടെ ഓരോ എക്സ്പെരിമെൻറ്റ്സ് ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ചെയ്തത് സ്ക്രൂ ഗേജ് ആണ്. അതിൽ എയിം, അപ്പാരറ്റസ്, പ്രിൻസിപ്പിൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാൽക്കുലേഷൻസും ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രൂ ഗേജിൽ നമുക്ക് ഒരു ഗ്രാഫാണ് വരുന്നത്. ആ ഒരു ഗ്രാഫും ഇതിൽ വരച്ചിട്ടുണ്ട്. വോളിയം ഓഫ് ഗ്ലാസ് പ്ലേറ്റ്, ഡയമീറ്റർ ഓഫ് വയർ, ഇതൊക്കെയാണ് നമ്മൾ സ്ക്രൂ ഗേജിൽ ചെയ്തത്. നെക്സ്റ്റ് വെർനിയർ ആണ്. വെർനിയറിൽ നമ്മൾ ഡയമീറ്റർ ഓഫ് ദ സ്പിയർ, വോളിയം ഓഫ് ദ സ്പിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ സിമ്പിൾ പെൻഡുലം, ഹെലിക്കൽ സ്പ്രിങ്, അതുപോലെ തന്നെ മൊമെൻറ്റ് ബാർ, ഇങ്ങനെ ഓരോ എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഗ്രാഫ് വരുന്നതിന് നല്ല നീറ്റായിട്ട് ഗ്രാഫ് വരച്ചിട്ട് അതിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ എക്സ്പെരിമെൻറ്റിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഏതെങ്കിലും എക്സ്പെരിമെൻറ്റിൻ്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. എത്രത്തോളം നമുക്ക് മിസ്റ്റേക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നമ്മുടെ റെക്കോർഡ് ഇൻവിജിലേറ്റർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതായിരിക്കും. ഇനി എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഇത് 2023-24 ബാച്ചിലെ ഫിസിക്സ് റെക്കോർഡാണ്. ഇപ്പോഴത്തെ റെക്കോർഡുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ചിലപ്പോൾ വന്നേക്കാം. ചിലപ്പോൾ ഇതേ സെയിം എക്സ്പെരിമെൻറ്റ്സ് ആയിരിക്കും നിങ്ങളും ചെയ്യുന്നത്. പക്ഷേ ആരും ഈ ഒരു റെക്കോർഡ് ഇതുപോലെ കോപ്പി ചെയ്ത് വെക്കരുത്. ചിലപ്പോൾ സിലബസിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. അപ്പം നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് വേണം റെക്കോർഡ് എഴുതാനായിട്ട്. റെക്കോർഡ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം എല്ലാവരും നല്ല നീറ്റായിട്ട് റെക്കോർഡ് എഴുതുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള ലാസ്റ്റ് എക്സ്പെരിമെൻറ്റ്. ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെമി കണ്ടക്ടർ ഡയോഡാണ്. അപ്പോൾ ഇതോടെ കൂടിയിട്ട് എൻ്റെ ഫിസിക്സ് റെക്കോർഡ് കംപ്ലീറ്റ് ആയി. ഇനി വരുന്നത് ലാബ് മാനുവലാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്ത ലാബ് മാനുവൽ. ഇതെനിക്ക് എൻ്റെ സാറ് സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് സിലബസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ ഓരോ എക്സ്പെരിമെൻറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ലാബ് മാനുവലിൻ്റെ ലാസ്റ്റിലായിട്ട് നമുക്ക് വൈവ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഓരോ എക്സ്പെരിമെൻറ്റ്സിനെ പറ്റിയിട്ടും ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഷുവറായിട്ട് ഞാൻ ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. റെക്കോർഡ് എഴുതുന്ന സമയത്ത് എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാലും ഈ ഒരു ചാനലിൻ്റെ ഏത് വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതല്ല, ഇൻസ്റ്റഗ്രാം ഉള്ളവരാണെങ്കിൽ റിനാൻസ് കുക്കിംഗ് വേൾഡ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് വഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.